Good morning, children. So, properties of materials. So, this is a chapter that we were discussing. So, we have already learned about atomic structure, periodic table, arrangement of electrons, and we have also learned about different models of atom, that is Rutherford model, Goldfoil experiment, and all. സോ ഇതാണ് നിങ്ങളുടെ ശരിക്കത്തെ ഈ സിലബസ് അപ്ഡേറ്റിലുള്ള ആക്ച്വൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി. സോ നമുക്ക് അതിലത്തെ സാമ്പിൾ കോപ്പി ഇപ്പോൾ വന്നിട്ടുള്ളൂ. സോ ഫസ്റ്റ് 3 ലെസൺസ്, ദറ്റ് ഇസ് ഫസ്റ്റ് ലെസൺ ഇസ് ബയോളജി, സെക്കൻഡ് ലെസൺ ഇസ് കെമിസ്ട്രി, തേർഡ് ലെസൺ ഇസ് ഫിസിക്സ്. സോ ഇങ്ങനെ ഇതിൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. സോ അത് നന്നായി വായിക്കണം. സോ അപ്പോൾ അതിൻ്റെ ഓർഡറിൽ ആ ലെസൺ നമ്മുടെ ഒറിജിനൽ സിലബസിനെ ബേസ് ചെയ്ത് പോകുന്ന സമയത്ത് സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇറ്റ്സ് അബൌട്ട് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് ദ പീരിയോഡിക് ടേബിൾ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, സോ ഹിയർ വാട്ട് വി ഹാവ് ടു ലേൺ ഇസ് ജസ്റ്റ് റിവൈസിങ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം, ബിക്കോസ് യു ഹാവ് എൻ എക്സാം. സോ അതുകൊണ്ടാണ് ടീച്ചർ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ഈ പുതിയ ടെക്സ്റ്റിൽ അതെങ്ങനെയാണ് പറഞ്ഞെന്നും കൂടെ നോക്കാൻ. So here, first question, list the parts of an atom, give at least one fact about each part. So what are the parts of an atom? Atom contain mainly 3 subatomic particles, that is proton, electron and neutron. So proton and neutron are located in a nucleus, and protons are positively charged, neutrons are chargeless particles, and electrons are negatively charged particles, so which is revolving around a nucleus. So next is use the names of the parts and the information about and them to write a description. We know that proton and neutron are located in nucleus, which is in the center of the atom, and we know that electrons are revolving around the nucleus. അല്ലേ, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യാണ്. സോ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ വി നോ ദാറ്റ് ദിസ് ഇസ് എ കംപ്ലീറ്റ് പീരിയോഡിക് ടേബിൾ അല്ലേ, ഒരു കംപ്ലീറ്റ് പീരിയോഡിക് ടേബിൾ ആണ്. And you know that you are thorough with the first 20 elements. So in the periodic table we can see that there are periods and groups. Periods are the horizontal rows and groups are what vertical columns അല്ലേ. ഈ പീരീഡ്സ് എന്ന് പറയുന്നത് എന്താ, ഹോറിസോണ്ടൽ റോസ്, ഇങ്ങനത്തെ ഉള്ളതിനെയാണ് ഹോറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ പീരീഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വെർട്ടിക്കൽ കോളംസ് ആർ നോൺ ആസ് ഗ്രൂപ്സ്. സോ the atoms of the element are arranged in increasing mass, so as we progress from left to right. അതായത് ഇങ്ങനെ ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെർലിയം. സോ അക്രോസ് വാട്ട് ഒരു പീരീഡാണ് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. So for example, hydrogen is less mass than that of sodium, and each element has an atomic number that tells you how many proton it contains. അല്ലേ, ഓരോന്നിനും ഒരു atomic number ഉണ്ട്. That atomic number will be equal to the proton number. Okay, that atomic number will be equal to proton number. So and we know that ഓരോ എലമെൻറ്റ് പാസ് ചെയ്യുമ്പോഴും atomic number increases by 1. ഇപ്പോൾ ഹൈഡ്രജൻ 1 ആണെങ്കിൽ ഹീലിയം 2, ലിത്തിയം 3, ബെർലിയം 4, ബോറോൺ 5. സോ 5 ആണ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാ, 5. ഓക്കെ, സോ ഈച്ച് എലമെൻറ്റ് ഹാസ് എ മാസ് നമ്പർ ദാറ്റ് ടെൽസ് യു ഹൗ മെനി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഈച്ച് ആറ്റം ഇൻ ദി എലമെൻറ്റ് ഹാസ് ഇൻ ടോട്ടൽ. സോ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഓൾറെഡി. സോ മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ദ ന്യൂക്ലിയസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്, ന്യൂക്ലിയോൺ നമ്പർ. So proton has a positive charge and electrons have a negative charge and neutron have no charge. An atom has overall no charge because number of protons and number of electrons are same ആയിരിക്കും. So positive charge will be equal to negative charge, so net charge is 0 ആണ്. So let us look at the metal lithium as an example. സോ നമ്മൾ ഇത് റൈറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലിത്തിയം 3 7, ഈ 3 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആറ്റോമിക് നമ്പർ ആണ്. ദിസ് ടെൽസ് us how many protons are there, and 7 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാസ് നമ്പർ ആണ്. ദിസ് ടെൽസ് us number of neutrons plus number of protons. ഓക്കെ, സോ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആറ്റോമിക് നമ്പർ 3 ആണ്, മാസ് നമ്പർ 7 ആണ്. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു 3, നമ്പർ ഓഫ് ഇലക്ട്രോൺസും 3 തന്നെയാണ്, പ്രോട്ടോൺസും ഇലക്ട്രോൺസും സെയിം ആണ്. സോ ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കാം, ബിക്കോസ് മാസ് നമ്പർ ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് മാസ് നമ്പർ, മാസ് നമ്പർ is equal to number of what, number of protons plus number of neutrons. So here
the number of neutrons will be equal to mass number minus number of protons. Okay, mass number minus number of protons, so which will be equal to 7 minus 3, that is 4. so ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? സോ അപ്പോൾ ഇനി ഫോർ എക്സാമ്പിൾ ഓക്സിജൻ നമ്മളെങ്ങനെ എഴുതും? ഓക്സിജൻ എഴുതുന്ന സമയത്ത് O8 is the atomic number and 16 is the mass number. Carbon ആണെങ്കിൽ C612. This is how we will represent an element. So നമ്മളൊരു element എഴുതുക. അപ്പോൾ how to represent? Let us symbolically represent the element as X. Then mass number we can represent as A, and atomic number Z. So for here on the left hand side top atomic number, and then bottom you can write the mass number. Okay, so higher the mass number, the more mass atom has. Hydrogen has an atomic mass of 1, carbon has an atomic mass of 12. So one atom of carbon has 12 times more mass than hydrogen. അല്ലേ? ഹൈഡ്രജൻ എടുക്കുമ്പോൾ മാസ് നമ്പർ 1 ഉള്ളൂ, കാർബണിന് 12 ആകുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് 12 ടൈംസ് ആയിരിക്കും. So let's compare the mass of a piece of sodium measuring 1 centimeter cube with mass of iron measuring 1 centimeter cube. So the mass of the piece of sodium is 0.97 gram. And mass of the piece of iron is 7.87 gram, and the mass of iron is more than the mass of sodium. സോ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 1 സെൻറ്റിമീറ്റർ ക്യൂബ് എടുക്കുമ്പം ഇപ്പോൾ അതിലൊരു, ഞാൻ സപ്പോസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 100 ആറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടിലും 100 ആറ്റംസ് ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ കമ്പയർ സോഡിയം കഴിഞ്ഞിട്ടാണ് നമുക്ക് അയൺ വരുന്നത്. സോ ഡെഫിനറ്റ്ലി അയണിൻ്റെ മാസ് കൂടുതലായിരിക്കും. സോ അയണിൻ്റെ മാസ് കൂടുതലാവുമ്പോൾ സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണ് രണ്ടിലും ഉണ്ടാവുക. പക്ഷേ ഇവിടെ അയണിൻ്റെ മാസ് കൂടുതലാവുമ്പോൾ അതിലെ ടോട്ടൽ മാസും കൂടുതലായിരിക്കും. So this measure the mass of fixed volume and it is called density. So ഈ ഡെൻസിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ഫിസിക്സിൽ പഠിക്കും. Okay, so the density of iron is 7.87 gram per centimeter cube, and that of sodium is 0.97 gram per centimeter cube. So iron is more dense than sodium. So next ഈ ഡെൻസിറ്റിൻ്റെ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് you will study in physics. Next is about arranging electrons. So in stage 8 you learned the development of model of structure of atom. These ideas from scientists such as J.J. Thomson and Ernest Rutherford, and they developed the shown here. സോ നമ്മൾ ഇക്കൊല്ലമാണ് അത് പഠിച്ചത്, ടീച്ചർ എടുത്തു തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ നേരത്തുള്ള വീഡിയോസിലുണ്ട്. സോ ദിസ് യു ദാറ്റ് ഇസ് അബൌട്ട് ദി ഏർണസ്റ്റ് റൂതർഫോർഡ് മോഡൽ. സോ ദേ ഡെവലപ്പ് ദ മോഡൽ ഷോൺ ഹിയർ. അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന മോഡൽ എന്താ J.J. തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡലാണ്. And in 1913 Danish scientist Niels Bohr developed a Rutherford model of an atom, and he has an idea and evidence that the electrons moved in a different electron shells. അല്ലേ? സോ അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. So he was awarded the Nobel Prize for his work, and his idea changed the model of the structure of the atom and that we use today. So the electrons are arranged in the electron shells around the nucleus. അല്ലേ? സെൻറ്ററിൽ ന്യൂക്ലിയസ് ആയിരിക്കും ആൻഡ് ഓരോ ഷെല്ലുണ്ടാവും. സോ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയിരിക്കും മാക്സിമം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുക. തേർഡ് ഷെല്ലിൽ 18, ഫോർത്ത് ഷെല്ലിൽ 32, ആൻഡ് വി ഹാവ് എ ഫോർമുല ദറ്റ് ഇസ് 2n². അതായത് 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ദ ഷെൽ. അപ്പോൾ ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ 2 × 1², 2. സെക്കൻഡ് ഷെല്ലാണെങ്കിൽ 2 × 2², സോ 8. തേർഡ് ഷെല്ലാണെങ്കിൽ 2 × 3², സോ 18. ഫോർത്ത് ഷെല്ലാണെങ്കിൽ 2 × 4², സോ 32. സോ ഇങ്ങനെയാണ് നമ്പർ ഓഫ് ഷെൽസ്, നമ്പർ ഓഫ് ആറ്റംസ്ക്കുള്ള. ആൻഡ് അതായത് എത്ര, ഇപ്പം നമുക്ക് ഒരു ആറ്റം ഫില്ല് ചെയ്ത് വരുമ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വാട്ട് യു ഹാവ് ടു നോട്ടീസ് ഇസ് ദാറ്റ്, ഇപ്പോൾ തേർഡ് ഷെൽ ആയിക്കോട്ടെ, സെക്കൻഡ് ഷെൽ എന്തായാലും 8 ഇലക്ട്രോൺസ് ആയിരിക്കും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുക. തേർഡ് ഷെൽ ആയിക്കോട്ടെ, ഫോർത്ത് ഷെൽ ആയിക്കോട്ടെ, ഫിഫ്ത്ത് ഷെൽ ആയിക്കോട്ടെ, whatever may be the outermost shell, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന സമയത്ത് 8 ഇലക്ട്രോൺസേ വരാൻ പാടുള്ളൂ.
അത് എത്ര ആയിക്കോട്ടെ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലാവുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ഓൺലി കണ്ടെയ്ൻ 8 ഇലക്ട്രോൺസ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പം അത് മനസ്സിലാവും. സോ ഫസ്റ്റ് ഇലക്ട്രോൺ ഷെൽ ഹാസ് ഓൺലി റൂം ഫോർ 2 ഇലക്ട്രോൺസ്. അതായത് ഫസ്റ്റ് ഷെല്ലിന് എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ? 2 ഇലക്ട്രോൺസ്. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് shells have the room for up to 8 electrons, and the cross represent the electrons, and remember that electrons are held by electrostatic forces. അതായത് ഇലക്ട്രോൺസും പ്രോട്ടോൺസും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും ബിക്കോസ് ഓഫ് ദിസ് ചാർജസ്, ഓപ്പോസിറ്റ് ചാർജസ്. So the arrangement of electrons in an atom is often written as a numbers. For example, the arrangement of boron can be written as 2, 3. This means there are 2 electrons in the first shell and 3 electrons in the next shell. So the first shell always fill up before the electron goes to the second shell. എപ്പോഴും ഫസ്റ്റ് ഷെല്ലിൽ ഫിൽ ചെയ്തിട്ടേ സെക്കൻഡ് ഷെല്ലിൽ ഫിൽ ആവുള്ളൂ, സെക്കൻഡ് ഷെൽ ഫിൽ ചെയ്തിട്ടേ തേർഡ് ഷെൽ. അതായത് ഓരോ ഷെൽസും ഓരോ എനർജി ലെവലാണ്. സോ ഫസ്റ്റ് ഷെല്ലായിരിക്കും ലീസ്റ്റ് എനർജി ലെവൽ ഉണ്ടാവുക. സോ ആസ് ദി ഷെൽ ഇൻക്രീസസ് ഈ എനർജി ലെവലും നമുക്കിങ്ങനെ ഇൻക്രീസ് ആയതുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ കാർബൺ ആണെങ്കിൽ അപ്പോൾ ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തിട്ടല്ലേ. ഇപ്പോൾ കാർബൺ ആണെങ്കിൽ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണെന്നറിയാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു വോട്ട്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ കാർബൺ ടോട്ടൽ 6 ഉണ്ട്. നമുക്കറിയാം ഫസ്റ്റ് ഷെല്ലിന് എത്ര ഇലക്ട്രോൺസ് മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ? 2. ആൻഡ് ബാക്കി റിമൈനിങ് എത്രയുണ്ട്? 4. സോ സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം നമുക്ക് 8 ഇലക്ട്രോൺസ് വരെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിപ്പോൾ നിയോൺ എടുക്കാം. സോ നിയോൺ എടുക്കുന്ന സമയത്ത് നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. സോ ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8. സോ ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇനി നമുക്ക് സോഡിയം എടുക്കാം. സോഡിയം 11 ആണ്. സോഡിയം 11 ആവുന്ന സമയത്ത് ഫസ്റ്റ് ഷെൽ 2, സെക്കൻഡ് ഷെൽ 8, ബാക്കി എത്രയുണ്ട്? 1. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിപ്പോൾ ആർഗൺ എടുക്കാം. ഓക്കെ, ആർഗൺ എടുക്കുന്ന സമയത്ത് ആർഗൺ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? ഇറ്റ്സ് അറ്റോമിക് നമ്പർ ഇസ് 18. സോ 2, 8, 8 അല്ലേ? സോ 2 + 8 10, 10 + 8 18. സോ ഫസ്റ്റ് ഷെൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ഷെൽ 8, തേർഡ് ഷെൽ 18 വരെ പറ്റും. പക്ഷേ നമ്മൾ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, വാട്ട് എവർ മേ ബി ദ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അത് 8 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് ഡൗട്ട് വരിക ഇൻ ദ കേസ് ഓഫ് കാൽഷ്യം ആൻഡ് പൊട്ടാഷ്യം ആണ്. സോ പൊട്ടാഷ്യത്തിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് പൊട്ടാഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണ്. സോ ഇലക്ട്രോൺ നമ്പറും 19 ആയിരിക്കും. സോ ഫസ്റ്റ് ഷെൽ 8, ഫസ്റ്റ് ഷെൽ 2, സെക്കൻഡ് ഷെൽ 8, ബാക്കി എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ നമുക്ക് 2, 8, 10 കഴിഞ്ഞു. ബാക്കി 9. ഇങ്ങനെ 9 ആയിട്ട് ഫില്ല് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. നമ്മുടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വാട്ട് എവർ മേ ബി ദ ഷെൽ, സെക്കൻഡ് ഷെല്ലോ തേർഡ് ഷെല്ലോ ഫോർത്ത് ഷെല്ലോ ഏതോ ഷെല്ലാവട്ടെ, എക്സ്ക്ലൂഡിങ് ദ ഫസ്റ്റ് ഷെൽ, ഇറ്റ് ഷുഡ് ഓൺലി കണ്ടെയ്ൻ 8 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്. അതിൽ കൂടുതലാണെങ്കിൽ വി ഷുഡ് ഷിഫ്റ്റ് ടു ദി നെക്സ്റ്റ് ഷെൽ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം തേർഡ് ഷെല്ലിന് 18 ഇലക്ട്രോൺസിന് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ നമുക്ക് 18 ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇപ്പോൾ ഇതിൻ്റെ റീസൺ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2, 8, 9 എന്ന് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡൊണേറ്റ് 1 ഇലക്ട്രോൺസ്. പക്ഷേ 2, 8, 8, 1 ആണെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ഡൊണേറ്റ് 1 ഇലക്ട്രോൺ ഫ്രം ദിസ്. മനസ്സിലാവുണ്ടോ? സോ അതുകൊണ്ടാണ് എപ്പോഴും അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ 2, 8, 9 ഉള്ളതിന് ആ ഷെല്ലിൽ 8 ആക്കിയിട്ട് സോ വി ഹാവ് ഷിഫ്റ്റഡ് ടു ദി നെക്സ്റ്റ് ഷെൽ. മനസ്സിലാവുണ്ടോ? സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. Why means it is easy to donate 1 electrons from this and it's difficult to donate 1 electron from 9. 9 എന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ടാണ്. ഇത് ഒറ്റ ഇലക്ട്രോണെ ഔട്ടർമോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് ഒക്കെ ആകുമ്പോൾ വി കൻ ഈസിലി ഡൊണേറ്റ് ദാറ്റ് ഇലക്ട്രോൺസ്. പക്ഷേ ബാക്കിയുള്ള കേസിൽ അത് പോസിബിൾ അല്ല. ആൻഡ് അനദർ തിങ്, വാട്ട് എവർ മേ ബി ദ ഷെൽ. ഇപ്പം നമ്മൾ റൂൾ പഠിച്ചു, ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ 18, ഫോർത്ത് ഷെല്ലിൽ 32 ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുകയാണെങ്കിൽ ഓക്കെ. ബട്ട് ഇപ്പോൾ 18 ആയിട്ടോ 32 ആയിട്ടോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അവസാനിക്കാൻ പാടില്ല. ഔട്ടർമോസ്റ്റ് ഷെല്ലാണെങ്കിൽ അത് 8 ആയിരിക്കണം. സോ ആൻഡ് ബാക്കിയുള്ളത് വി ഷുഡ് ഷിഫ്റ്റ് ടു ദ നെക്സ്റ്റ് ഷെൽ. ഓക്കെ, ഇതിവിടെ അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ 2, 8, 9 വന്നു. ഇതിപ്പോൾ 18 അങ്ങനെ ആണെങ്കിൽ നമുക്ക് 18 വരെ
ഇതിന് മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ ഒരു സർട്ടൻ കേസിൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഇതിന് റൂം 18 ഇലക്ട്രോൺസിനുള്ളത് നമുക്ക് ഓക്യുപ്പൈ ചെയ്യാം. ബട്ട് ദിസ് ഇസ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ. സോ ഔട്ടർമോസ്റ്റ് ഷെൽ ആവുന്ന സമയത്ത് ഇതിപ്പോൾ ഇൻ ബിറ്റ്വീൻ ഷെല്ലാണെങ്കിൽ 2, 8, 18, 2 അങ്ങനെ നമുക്ക് കൊടുക്കാം. പക്ഷേ ഇത് ഇൻ ബിറ്റ്വീൻ ഷെൽ അല്ല, ഔട്ടർമോസ്റ്റ് ഷെൽ ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഔട്ടർമോസ്റ്റ് ഷെൽ ആകുമ്പോൾ ഇറ്റ് ഷുഡ് ഓൺലി കണ്ടെയ്ൻ 8 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ. ക്ലിയർ? സോ നമ്മൾ ഫിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് കാൽഷ്യം എടുക്കുകയാണെങ്കിൽ കാൽഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 20 ആണ്, Ca. സോ ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ നമുക്ക് റിമൈനിങ് ഉള്ളത് 10 ആണ്. 10 ആയിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8, ബിക്കോസ് ഇപ്പോൾ നമ്മൾ 2, 8, 10 എന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലാണെങ്കിൽ 8 ഇലക്ട്രോൺസേ വരാൻ പാടുള്ളൂ. സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ 2, 8 ഇവിടെ 8 ആക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 2. സോ ഫോർത്ത് ഷെല്ലിലാണ് നമ്മൾ ഫില്ല് ചെയ്തത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ദിസ് ഇസ് ഹൗ വി വിൽ ഫിൽ ഇലക്ട്രോൺസ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. So if you have any doubt, please message me, children. Okay, thank you.